ഗോപു നന്ദിലത്ത് ഗ്രൂപ്പിന്റെ 3 ആനകൾ ഇത്തവണയും തൃശൂർ പൂരത്തിന്റെ ഭാഗമാകുന്നുണ്ട്. നന്ദിലത്ത് ഗോപാലകൃഷ്ണനും നന്ദിലത്ത് ഗോവിന്ദകണ്ണനും നന്ദിലത്ത് ഗോപീകൃഷ്ണനും തിരുവമ്പാടിക്ക് വേണ്ടി എഴുന്നള്ളിപ്പിനെത്തും. തൃശൂർ പൂരം മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമാണെന്നും താൻ കറതീർന്ന ആനപ്രേമിയാണെന്നും ഗോപു നന്ദിലത്ത് വ്യക്തമാക്കി. പൂരമെന്ന് കേട്ടാൽ എല്ലാവരുടെയും മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒന്നുണ്ട് ആന. ആനയ്ക്കൊപ്പം തന്നെ മേളവും. അങ്ങനെ ആനയും മേളവും എല്ലാം സംഗമിക്കുന്ന ഒന്നാണ് തൃശ്ശൂർ പൂരം. ആ തൃശ്ശൂർ പൂരത്തിലേക്ക് വേണ്ടി ഒരു കുടുംബത്തിൽ നിന്ന് 3 ആനകൾ എത്തുന്നു. നന്ദിലത്ത് കുടുംബത്തിൽ നിന്നാണ് 3 ആനകൾ എത്തുന്നത്. എനിക്ക് പിന്നിൽ കാണാം 3 ഗജവീരന്മാർ ഇങ്ങനെ ശിരസ് ഉയർത്തി നിൽക്കുന്നത്. നമുക്ക് ശ്രീ ഗോപു നന്ദിലത്തിനോട് തന്നെ ചോദിക്കാം, എന്താണ് ഈ ഒരു വീട്ടിൽ നിന്ന് നമ്മൾ 3 ആനകൾ എത്തുന്നു? അത് കുറേ കാലമായിട്ട് തുടർന്നു വരുന്ന ഒരു രീതിയാണ്. അത് ഇത്തവണ ഉണ്ടാവുന്നത് അല്ലേ? തീർച്ചയായും 33 വർഷ പാരമ്പര്യമായി ആന പരിപാലിക്കുന്നു. 33 വർഷമായി തൃശ്ശൂർ പൂരത്തിന് പങ്കെടുക്കാനുള്ള ഒരു ഭാഗ്യം നമുക്ക് സാധിച്ചു. അതുമാത്രമല്ല, ഞങ്ങൾ പഴയ ആനയാണ് നന്ദിലത്ത് അർജുനൻ എന്ന ആന. അത് ചെരിഞ്ഞു പോയി. അതിനുശേഷം മറ്റുള്ള ആനകളാണ് ഇപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞങ്ങളുടെ യുവരാജാവായ നന്ദിലത്ത് ഗോപാലകൃഷ്ണൻ ഏറ്റവും വലിയൊരു ആനയാണ് കേരളത്തിൽ വെച്ചിട്ട് 3ാം സ്ഥാനം അലങ്കരിക്കുന്ന ഒരു ആനയാണ്. അവൻ പൂരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഗോവിന്ദകണ്ണനും ഗോപികണ്ണനും പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞങ്ങൾക്ക് വലിയൊരു ഭാഗ്യമായി കാണുന്നു. തൃശ്ശൂർ പൂരത്തിന് പങ്കെടുക്കാനും പൂരം ആർഭാടമായി കൊണ്ടു നടക്കാനും സാധിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഞങ്ങളൊരു തൃശ്ശൂർക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആനക്കമ്പം ഒരു പ്രത്യേകതയാണ്. ആനകളും ആനയും കൊട്ടും പഞ്ചവാദ്യവും മേളവും എല്ലാം തൃശ്ശൂർക്കാരെ സംബന്ധിച്ച് വളരെയധികം ഒരു സന്തോഷകരമാണ്. പൂരം എന്ന് പറഞ്ഞാൽ ഞങ്ങളെല്ലാവരും കേരളീയർ എന്ന് പറഞ്ഞാൽ മലയാളികൾ പൂരം ആഘോഷിക്കുകയാണ്, ആർഭാടപൂരം ആഘോഷിക്കുകയാണ്. എന്തായാലും എല്ലാവർക്കും സന്തോഷകരമായ ഒരു ഹാപ്പി പൂരം ആഘോഷിക്കാം. അല്പം മുമ്പ് അച്ഛൻ നമ്മളോട് സംസാരിക്കുമ്പോൾ പറഞ്ഞു, മകൻ ജനിച്ച അന്ന് മുതൽ എനിക്ക് ആനയുണ്ടെന്ന്. അപ്പം എത്രത്തോളം ആനയെ ഹൃദയത്തിൽ ഏറ്റിയിട്ടുണ്ട് എന്നുള്ളത് ആ വാക്കുകളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ എനിക്ക് 2 വയസ്സുള്ളപ്പോഴാണ് ഫസ്റ്റ് ആന വരെ വരുന്നത്. അതും അർജുൻ എന്നുള്ള പേരിൽ തന്നെയാണ് ആന വന്നത്. ആ ആന നമ്മൾ ഗുരുവായൂർ നടയിരുത്തി. പിന്നീട് ഒരു ആന രണ്ടാമത് വന്നതാണ് നന്ദിലത്ത് അർജുനൻ. ഒരു വലിയൊരു ആനയായിരുന്നു. അത് നമ്മുടെ കൂടെ വർഷങ്ങളോളം ഉണ്ടായിരുന്നു. കുറച്ചാൾ മുമ്പ് അത് ആരോഗ്യപരമായിട്ട് വയസ്സായിട്ട് നമ്മുടെ വിട്ടുപോയി. അതിനുശേഷം നമുക്ക് അപ്പോഴും ആനകളുണ്ടായിരുന്നു. 11 ആന വരെ ഈ കുടുംബത്തിലുള്ള നന്ദി ഗ്രൂപ്പിനുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് 3 ആനയുള്ളത്. അത് കേരളത്തിലെ യുവരാജാവായ 3ാം സ്ഥാനത്തേക്ക് നന്ദിലത്ത് ഗോപാലകൃഷ്ണനും ഗോവിന്ദകണ്ണനും ഗോപികണ്ണനാണ് നമുക്കിപ്പോൾ ഉള്ളത്. ഇവരെല്ലാ വർഷവും ഇതുപോലെ നല്ല രീതിയിൽ നമ്മൾ ഒരുക്കി ഭംഗിയായിട്ട് തൃശ്ശൂരിൻ്റെ നമ്മുടെ രക്തത്തിൽ തന്നെ ആന എന്ന് പറയുമ്പോൾ ക്രേസാണ് തൃശ്ശൂർക്കാർക്ക്. അപ്പോൾ ആ ക്രേസിനൊപ്പം നമ്മളും മുന്നോട്ട് പോകണം. ഈ തൃശ്ശൂർ പൂരം എന്ന് പറയുമ്പോൾ ആദ്യം ഓടിയെത്തുന്ന ആനയുടെ മുഖമാണല്ലേ? അപ്പോൾ ആനയില്ലാതെ ഒരു പൂരം ഉണ്ടോ എന്നൊരു ചോദ്യമുണ്ട്. അപ്പോൾ നമ്മുടെ കുടുംബത്തിൽ നിന്ന് 3 ആനകൾ ഇക്കുറി പങ്കെടുക്കുന്നു അല്ലേ? എല്ലാ വർഷത്തെ പോലെ ഈ വർഷവും ആനകൾ പങ്കെടുക്കുന്നുണ്ട്. വളരെ സന്തോഷം. ഈ പറഞ്ഞ പോലെ യുവരാജാവ് ഗോപാലകൃഷ്ണൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ വളരെ അഭിമാനമുണ്ട്. ആനയുടെ പേരിൽ അറിയപ്പെടാനും കേരളം ഒട്ടാകെ ഫാൻസ് അസോസിയേഷനും ഒക്കെ ആയിട്ടാണ് ആനകൾക്ക് ഇപ്പോൾ കണ്ടുവരുന്നത്. അതിൽ ഒരു ഭാഗമാകാൻ നമുക്കും പറ്റിയതിൽ വളരെ സന്തോഷം. തൃശ്ശൂർ പൂരം നമുക്കറിയാം, കഴിഞ്ഞ ഒരു 2-3 ദിവസം മുമ്പത്തെ ട്രാജഡിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നിരുന്നാലും ചടങ്ങുകളുടെ ഭാഗമായിട്ട് തൃശ്ശൂർ പൂരം നടക്കുകയാണ്. ഇല്ലെങ്കിൽ ഇതിലും ഗംഭീരമായേനെ. പക്ഷേ എന്നിരുന്നാലും തൃശ്ശൂർ പൂരം ഏതൊരു തൃശ്ശൂർക്കാരൻ്റെയും ഒരു ആവേശമാണ്. അത് പൂരത്തിൻ്റെ എല്ലാവിധ ആശംസകളും പ്രേക്ഷകർക്ക് നേരുകയാണ്. താങ്ക് യു. പൂരം തൃശ്ശൂർക്കാരുടെ ഒരു സ്വകാര്യ അഹങ്കാരമാണ്. അങ്ങനെ പൂരങ്ങളുടെ പൂരമായിട്ടുള്ള തൃശ്ശൂർ പൂരം കൊണ്ടാടുമ്പോൾ ഈ കുടുംബത്തിൽ നിന്നുള്ള 3 ആനകൾ കൂടി ഉണ്ടാകും. വൻകൃഷ്ണയ്ക്കൊപ്പം സാനുക്യ സജീവ്, ജനം, തൃശ്ശൂർ.